പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് UAE-യിൽ കനത്ത ജാഗ്രതയാണ് നിലനിൽക്കുന്നത്. നിയന്ത്രണങ്ങൾ മറികടക്കുന്നവർക്ക് 2 കോടി വരെ പിഴ ഈടാക്കുമെന്ന് വരെ അധികൃതർ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ഏറെ സങ്കീർണതകളിലേക്കാണ് ഇപ്പോൾ UAE കടന്നു പോകുന്നത്. നിലവിൽ ലഭ്യമാകുന്ന കണക്ക് പ്രകാരം കോവിഡ് ബാധിതരുടെ എണ്ണം 1000 കവിഞ്ഞു. ഏറ്റവും ഒടുവിൽ 210 പേർക്കാണ് ഇതിനോടകം തന്നെ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 1024 ഉയരുകയുണ്ടായി. 35 പേർ രോഗമുക്തി നേടിയിരുന്നു. ഇതുവരെ 96 പേരാണ് സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടത് തന്നെ. എന്നാൽ ഒരു മലയാളി അടക്കം 8 പേർ മരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പുതുതായി രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ നില തൃപ്തികരമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. അതേസമയം പുതുതായി രോഗം സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗം മതിയായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ രോഗികളുമായി അടുത്തിടപഴകിയവരും സാമൂഹിക അകലം പാലിക്കാത്തവരുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയവരും ഉൾപ്പെടുകയാണ്. എന്നാൽ തന്നെയും ഇവരിൽ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. അതോടൊപ്പം തന്നെ ഖത്തറിൽ COVID-19 മരണസംഖ്യ 3 ഉയർന്നിരിക്കുന്നു. ഇതേ തുടർന്ന് രോഗബാധിതരുടെ എണ്ണം 949 ഉയർത്തുകയും ചെയ്തു. 58-കാരനായ പ്രവാസിയാണ് മരണമടഞ്ഞതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇദ്ദേഹത്തിന് ഗുരുതരമായി ന്യൂമോണിയയും ബാധിച്ചിരുന്നു. ഒപ്പം കോവിഡ് സ്ഥിരീകരിച്ചതോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ മാത്രം 114 പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരാൾ കൂടി സുഖം പ്രാപിച്ചതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 72 ഉയർന്നു. എന്നാൽ 877 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. 26,260 പേരിൽ ഇതുവരെ COVID-19 പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ മാത്രം 1435 പേരിലാണ് പരിശോധന നടത്തിയത്. പുതിയ സാങ്കേതിക വിദ്യയിലുള്ള മെഷീൻ ഉപയോഗിച്ചാണ് രോഗനിർണയം എന്നതിനാൽ വേഗത്തിലറിയാൻ കഴിയുന്നതാണ് രോഗസംഖ്യ ദിനം പ്രതി ഉയരാൻ കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം വിദേശയാത്ര കഴിഞ്ഞ് ഖത്തറിൽ തിരികെ എത്തിയവരിലാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയവരും ഇതിൽ ഉൾപ്പെടുകയാണ്. രാജ്യത്തെ ജനങ്ങൾ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെടുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.